ഓക്കെ, ഓഡിയോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഹായ്, ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ 5ാമത്തെ ദിവസമാണ്. ഹായ് എവരിവൺ, ഇന്ന് നമ്മുടെ വ്ളോഗിൻ്റെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളെ ഇതൊക്കെ ലൊക്കേഷനും അല്ല നമ്മുടെ ടേബിൾ സെറ്റപ്പൊക്കെ ഒന്ന് മറ്റേതിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഇന്നത് ഒരു ടെമ്പററി ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ബിൽഡ് ചെയ്തത് ഒരു ഏജൻ്റാണ്. ഇന്ന് ഫുൾ ഡേ എടുത്തു, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. ഏജൻസിനെ ഉണ്ടാക്കണത് എങ്ങനെയാണ് എന്നുള്ളൊരു യൂട്യൂബ്. ഏജന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ഫ്ലോ ഉണ്ടാകും. ആ വർക്ക് ഫ്ലോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്ന എക്സാമ്പിൾ തന്നെ പറയാം. ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു അതായത് നമ്മളൊരു ഫോൺ നമ്പറിലേക്ക് ഇങ്ങനെ വിളിക്കും. അപ്പോൾ ആയിരിക്കും കോൾ എടുക്കുന്നത്. എന്നിട്ട് എന് സംസാരിക്കും, ഇന്ന ഡേറ്റിൽ എനിക്ക് ഇന്നൊരു അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ കലണ്ടർ ആദ്യം ചെക്ക് ചെയ്യും. എന്നിട്ട് അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. ആ ടൈമിൽ അപ്പോയിൻമെൻറ്റ്സ് ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അടുത്ത ടൈം സജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യും. എന്നിട്ട് ഒരു എക്സൽ ഷീറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വയ്ക്കും. അപ്പോൾ ഇതാണ് ഒരു വർക്ക് ഫ്ലോ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഞാൻ ബേസിക്കലി ഇതിൻ്റെ ഒരു ഫുൾ സെറ്റപ്പ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എങ്ങനെയാണ് സ്ക്രീൻ റെക്കോർഡ് ചെയ്യണത്? ഓക്കെ, ക്യാപ്ചർ സെലക്ഷൻ, റെക്കോർഡ് എൻ്റയർ സ്ക്രീൻ. ഓക്കെ, റെക്കോർഡ്. ഓക്കെ, നൗ ഇറ്റ് സ്റ്റാർട്ട്സ് റെക്കോർഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യം നമുക്ക് ടോക്ക് ടു. ഇവിടെ ഈ വാപ്പി എന്ന് പറഞ്ഞൊരു ഈ ഒരു വെബ്സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവരുടെ ഒരു ഫീച്ചർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇവരുടെ എല്ലാം മോഡൽ വെച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ, എന്തൊക്കെയായാലും ഇവരുടെ ഈ ഒരു വാപ്പി എന്ന് പറഞ്ഞ ഇവരുടെ ഒരു സർവീസാണ് നമ്മൾ യൂസ് ചെയ്ത് ചെയ്യണത്. ഓക്കെ, അപ്പം ഞാൻ ഒരു അസിസ്റ്റന്റ്, കെവിൻസ് ഏജന്റ് എന്നാണ് ഈ ഏജന്റിന്റെ പേര്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ടോക്ക് ടു അസിസ്റ്റന്റ് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കുറേ കോൺഫിഗറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം എന്തൊക്കെയാലും നമുക്ക് ജസ്റ്റ് ഇന്നെന്താ ചെയ്തേ എന്നുള്ളൊരു ഓവർവ്യൂ മൊത്തം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോക്ക് ടു അസിസ്റ്റന്റ് എടുക്കാം. Talk to assistant and it is connecting. Thank you for calling Kevin Dental Clinic. This is Kevin, your scheduling assistant. How may I help you today? So hi Kevin, how are you? I would like to schedule an appointment for tomorrow. I'm doing great. Thank you for asking. I'd be happy to help you schedule an appointment for tomorrow. May I ask what type of appointment you're looking to schedule? For example, is this a routine checkup, a cleaning, or do you have a specific dental concern? Yeah, it's a routine checkup. Thank you for letting me know. Do you have a specific provider or dentist you'd like to see for your routine checkup, or would you prefer the first available appointment? No, there is no specific provider. I would like to go with the first available appointment. Understood. Have you visited our clinic before, or will this be your first appointment with us? No, I haven't visited your clinic before. It's my first appointment. Thank you for confirming. Since this is your first visit, I'll need to collect some basic information from you. Could I have your name and a phone number where we can reach you? Also, may I ask for your date of birth? Yeah, okay. My name is Anas and my mobile number is and my email ID is anasna6004@gmail.com and my date of birth is August 09, 2004. Thank you, Anas. Just to confirm, your name is spelled A-N-A-S. Your phone number is... Your email is anasna6005@gmail.com, and your date of birth is August 9th, 2004. Is that all correct? Now, let me check our availability for a routine checkup tomorrow and find the first available slot for you. Thank you for your patience, Anas. To confirm, your email address is anasna6005@gmail.com. Is that correct? Yeah, it's correct. Great, thank you for confirming, Anas. For your first routine checkup tomorrow, we have several available slots between 8 a.m. and 10 p.m.
Would you prefer a morning, afternoon, or evening appointment? I can offer you 2 specific times Actually, to choose from if you'd like. can you book a appointment at 10 a.m.? Your appointment is confirmed on us. You're scheduled for a routine dental checkup on Tuesday, March 17th at 10 a.m. Since this is your first visit, please arrive 20 minutes early to complete new patient forms and bring a valid ID along with any dental insurance information you may have. Okay, thank you. Confirm your appointment. I'm just canceling the call. Okay, call is ended. Okay, now if you go and check out my Google Calendar, you could see for tomorrow, today is 16. For tomorrow it's 17. We have the event has already been registered in our calendar. ഓക്കെ സോറി. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കലണ്ടറിൻ്റെ അകത്ത് ഓൾറെഡി ഇവൻ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് മാർച്ച് 17 10 മണി AM റുട്ടീൻ ഡെൻ്റൽ ചെക്കപ്പ്. എൻ്റെ പേര് അനസ്. ഓക്കെ, ഇപ്പോൾ ഇത് കലണ്ടറിൽ ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു എക്സൽ ഷീറ്റ് ഉണ്ട്. ഓക്കെ, എക്സൽ ഷീറ്റ് ആഡ് ആവും നോക്കട്ടെ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, എക്സൽ ഷീറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തപ്പോൾ അവിടെ എൻ്റെ പേര് മൊബൈൽ നമ്പറാണ് ആഡ് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല. ഇമെയിൽ അഡ്രസ്, സർവീസ്, എന്ത് സർവീസാണ്, ടൈം ആൻഡ് ഡേറ്റ്, ഇത് 4 കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി എൻ്റെ മെയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഓക്കെ, വേർ ഇസ് മൈ ജിമെയിൽ? മെയിൽ വരാണെങ്കിൽ ലുക്ക്, മെയിലിലേക്ക് വന്നിട്ട് ഡിയർ അനസ്, യുവർ ബുക്കിംഗ് കൺഫർമേഷൻ ഫോർ റൂട്ടീൻ dental checkup. Your booking has been confirmed with Kevin's Dental Clinic at Tuesday, March 17 at 10 a.m. ഇതൊക്കെ വെച്ച് ഓട്ടോമേറ്റ് ചെയ്ത ഫുള്ള്. ഓക്കെ, ഇതാണ് ആ ഒരു ഫ്ലോ വർക്ക് ആവണത്. ഇതിൻ്റെ അകത്ത് വാപ്പി എയും അതേപോലെ തന്നെ N8നും ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ചെയ്തേക്കുന്നത്. വാപ്പി എ ഫ്രണ്ട് എൻഡ്, അതായത് നമ്മുടെ ഈ കോള് വന്ന പാർട്ട്, ആ സംസാരിക്കുന്ന പാർട്ട്, അതൊക്കെ വാപ്പി എ വെച്ചും, പിന്നെ അതുപോലെ തന്നെ ബാക്ക് എൻഡിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇമെയിൽ അയക്കുന്നത്, അതേപോലെ തന്നെ ഈ എക്സൽ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യണത്, ഇതൊക്കെ നമ്മുടെ ബാക്ക് എൻഡിൽ നമ്മുടെ N8നും വെച്ചാണ് ഓട്ടോമേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ആ N8ൻ്റെ ആ ഒരു വർക്ക് ഫ്ലോ ആണ്. ഓക്കെ, ഞാനിവിടെ എടുത്തെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ, N8ൻ്റെ വർക്ക് ഫ്ലോ ആണ്. ഫസ്റ്റ് ഇവിടെ വരും, ഈ ഒരു നോഡിൽ വരും. അതിനുശേഷം റോ അപ്ഡേറ്റ് ചെയ്യും, നമ്മുടെ എക്സൽ ഷീറ്റിലെ റോ അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം ഇവിടുന്ന് പിന്നെ ഈ ഒരു നോഡിലേക്ക് പോയിട്ട് നമ്മുടെ ഇമെയിൽ അയക്കും. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഒരു വർക്ക് ഫ്ലോ ഈ ഒരു ഇതിൻ്റെ. അപ്പോൾ ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം കുറേ ബിസിനസ്സുകൾക്ക് ഉപയോഗിക്കാം. കുറേ ബിസിനസ് റിസപ്ഷനിസ്റ്റുകളുടെ അവരുടെ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. കുറേ ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ റിസപ്ഷനിസ്റ്റ് ഒന്നും ഇല്ലാത്ത ഹോട്ടലുകൾ അല്ലെങ്കിൽ റൂംസൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ഈ ഒരു ഇതിനു വേണ്ടി ചാൻസ് ഉണ്ട്. അതായത് വി വിൽ ബുക്ക് ത്രൂ ഓൺലൈൻ AI. എന്നിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതേപോലെ കോൾ ചെയ്യും, AI റിസപ്ഷനിസ്റ്റ് ആയിരിക്കും. അവിടെ റിസപ്ഷനിൽ നമ്പർ വിളിക്കും, ഇതേപോലെ ബുക്ക് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഓണർക്കോ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫ്സിനൊക്കെ മെയിലും ഇന്ന സമയത്ത് ഇന്ന ആൾ വരുന്നുണ്ട്, അപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് അത് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഓണർക്കും അറിയാൻ പറ്റും ഇന്ന സമയത്ത് ഇന്ന ആൾ റൂമിലുണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു AI വെച്ച് ഫുൾ റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു ഫുൾ പരിപാടി നമുക്ക് ഇതിൻ്റെ ചെയ്യാൻ പറ്റും ഈ ഒരു വോയിസ് ഏജൻറ്റ് വെച്ച്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം. എന്തെങ്കിലും ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻസ് കൊണ്ടുവരാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.